കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്ന ഇന്നത്തെ ഒരു വിഷയം, അതായത് ഭാര്യയും ഭർത്താവും രണ്ടു മുറികളിലായാണോ ഉറക്കം? ഭാര്യയും ഭർത്താവും രണ്ടു മുറികളിലായാണോ ഉറക്കം? അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും അവിടെ കലഹം ഉറപ്പാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് അവിടെ സൂചിപ്പിക്കുന്നത്, ഇല്ലേ? അപ്പോൾ ആ രണ്ടു മുറികളിൽ ആയിട്ടുള്ള അവരുടെ ജീവിതം തീർച്ചയായിട്ടും അവർക്കത് ദുരിതങ്ങളാ വരുത്തുള്ളൂ. തീർച്ചയായിട്ടും പല കാരണങ്ങളിലൂടെ ഒരു ദമ്പതിമാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഇല്ലേ? അത് സർവ്വസാധാരണമാണ്. പലവിധ കാര്യങ്ങൾക്ക് ആയിട്ട് ഭാര്യ ഭർത്താക്കന്മാരിൽ കലഹവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. പലരും ധനപരമായ കാര്യത്തിലായിരിക്കുമല്ലോ പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ധനത്തെ കൊണ്ടാണ്, ധനപരമായി. അല്ലെങ്കിലോ ചിലപ്പോൾ പിള്ളേരുടെ പ്രശ്നത്തിൽ കലഹങ്ങൾ ഉണ്ടാവും. രണ്ടുപേരും തമ്മിൽ നമ്മുടെ സന്താനങ്ങളുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതല്ലെങ്കിൽ പിള്ളേരുടെ വിദ്യാഭ്യാസപരമായ കാര്യത്തിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരും. അല്ലെങ്കിൽ ഭർത്താവ് കുടുംബത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഇതെല്ലാം ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതി ഭർത്താവ് സ്വന്തം താല്പര്യപ്രകാരം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുമല്ലെങ്കിൽ ആ വീട്ടിൽ മാതാപിതാക്കളുണ്ടെങ്കിൽ അവർ സ്വതന്ത്രന്മാരായിട്ടല്ല ജീവിക്കുന്നത്, അതായത് ഒറ്റ ഇതായിട്ടല്ല ജീവിക്കുന്നത്. അവർ കുടുംബത്തോട് അവർ അച്ഛനും അമ്മയും അങ്ങനെ ഒരുമിച്ചാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കളെ ചൊല്ലിയും കലഹങ്ങളുണ്ടാവും, ഇല്ലേ? അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നടപടി ദോഷം കൊണ്ട് ഭാര്യക്ക് എതിർപ്പുണ്ടാവും, ഭാര്യയുടെ നടപടി ദോഷം കൊണ്ട് ഭർത്താവിനും എതിർപ്പുണ്ടാവും. അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് കുടുംബത്തിൽ കലഹം ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുന്നത്? സാധാരണ കലഹം മൂത്ത് കഴിയുമ്പോൾ ഇവർ രണ്ട് മുറികളിലാവും, ഇല്ലേ? അപ്പം ജീവിതം രണ്ട് മുറികളിലാവുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിന് തുല്യമാണത്. ഒന്നും കൂടി അത് ആളിക്കത്തും, ഇല്ലേ? ഈ ദാമ്പത്യ ബന്ധം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയാണ്, ഇല്ലേ? ഒരു വിട്ടുവീഴ്ച. ആ വിട്ടുവീഴ്ചക്ക് രണ്ടുപേരും തയ്യാറാകാതെ വരുമ്പോഴാണ് ഈ രണ്ട് മുറികളിലായിട്ട് ജീവിതം അവസാനിപ്പിക്കുന്നത്, ഇല്ലേ? അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്ത് കാര്യങ്ങളുണ്ടാണെങ്കിലും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഒരു മുറിയിൽ താമസിക്കണം, തമ്മിൽ നേരെ നോക്കണം. തീർച്ചയായിട്ടും അവിടെ ആ കുറച്ച് കഴിയുമ്പോൾ അത് അലിഞ്ഞ ശത്രുത, നിങ്ങൾ തമ്മിലുള്ള ശത്രുത അലിഞ്ഞ് അത് ഇല്ലാണ്ടാവും. ഒന്നിച്ച് താമസിച്ചാൽ, ഒന്നിച്ചൊരു മുറിയിൽ അന്തിയുറങ്ങിയാൽ. അല്ലെങ്കിൽ രണ്ട് മുറികളിലാണെങ്കിൽ അത് കൂടിയേ വരുള്ളൂ. അപ്പം വിട്ടുവീഴ്ചകൾ, അതേപോലെ തന്നെ കുടുംബത്തിൻ്റെ ഭദ്രത, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്, ഇല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ. പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോടെയുള്ള ആ പ്രവർത്തികളൊക്കെ വരുമ്പോഴാണ് ഒരു കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നത്. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാതെ അവരവരുടെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരിയെന്ന് വാശി പിടിക്കുമ്പോഴാണ് അവിടെ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് അപ്പം തന്നെ പരിഹരിച്ചില്ലെങ്കിൽ അത് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ രണ്ട് മുറികളിൽ ഉറക്കം വരുന്നത്, അല്ലെങ്കിൽ അന്തി ഉറങ്ങുന്നത്. അതിനൊന്നും ഇടവരുത്താതെ ദമ്പതിമാരെന്താ ചെയ്യേണ്ടത്? അവർ പരസ്പര വിട്ടുവീഴ്ചയോടുകൂടി കാര്യങ്ങൾ, തന്മയത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. ഇന്ന് ഏറ്റവും വലുത്, നമുക്ക് പണം ഉണ്ടായിട്ട് എന്താ കാര്യമുള്ളത്? മനസ്സമാധാനം ഒന്നും ഇല്ലെങ്കിൽ പിന്നെ പണത്തിന് എന്തിനാ വില, ഇല്ലേ?
സമാധാനത്തോടു കൂടി ഒന്ന് അന്തി ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ കുറെ പണം ഉണ്ടാക്കിയിട്ടോ കുറെ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി വെച്ചിട്ടോ എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് പരസ്പര വിട്ടുവീഴ്ചകൾ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾ ദൈവികമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാനും, ഈ മനസ്സിൽ ചെകുത്താൻ കയറിയിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത്. ദുഷ്ചിന്തകളൊക്കെ ഉണ്ടാകുന്നത് ഈ നമുക്ക് ഈശ്വര വിശ്വാസം കുറയുമ്പോഴാണ്. നമ്മൾ ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കുക, ഈശ്വര വിശ്വാസത്തിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ നല്ല കാര്യങ്ങൾ ഉദിച്ചു വരും. ദുഷ്ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറും. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അവനവൻ്റെ കുടുംബത്തിലെ സന്തോഷം അല്ലെങ്കിൽ സമാധാനം അവനവൻ തന്നെ ഉണ്ടാക്കണം. അല്ലാതെ അത് അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന കാര്യമല്ല, അല്ലെങ്കിൽ മറ്റൊരാൾ കൊണ്ട് തരുന്ന കാര്യമല്ല. മറ്റുള്ളവർ ഈ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാനേ നോക്കുള്ളൂ, നിങ്ങളെ തമ്മിൽ ചേർപ്പിക്കാൻ നോക്കൂല. അപ്പം അതുകൊണ്ട് അവനവൻ തന്നെ വിചാരിച്ച് പരസ്പര വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി പ്രവർത്തിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലെ മനസ്സമാധാനവും നിങ്ങളുടെ ആ 2 മുറികളിലുള്ള ഉറക്കവും ഒരു മുറിയിലായി മാറാൻ സാധിക്കും. തീർച്ചയായിട്ടും വീട്ടിൽ സന്ധ്യാനാമം ചൊല്ലുന്നത് ഒരു പതിവാക്കി മാറ്റണം. സന്ധ്യാനാമം ചൊല്ലാത്ത സ്ഥലത്ത് ഇതുപോലെ കലഹങ്ങളൊക്കെ ഉണ്ടാവും, അത് ഉറപ്പാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഒരു ദൈവിക സാന്നിധ്യം ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഏത് വീട്ടിലാണെങ്കിലും കലഹങ്ങളുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അവിടെ സന്ധ്യാനാമം ചൊല്ലിയിരിക്കണം. അപ്പോൾ ആ കലഹത്തിനൊക്കെ മാറ്റം ഉണ്ടാവും. ഈ കാര്യം ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.